കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിന്റെ കമന്റ്സിലൊക്കെ വരുന്നൊരു കമന്റാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമെന്ന്. അപ്പം പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ, ക്രിസ്മസ് ട്രീ തന്നെ. എന്നാൽ പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കേണ്ടത് എങ്ങനെ നോക്കാമല്ലേ. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ഒരു 3 സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് നീട്ടി വലിച്ചെടുക്കുക. ചുളിവൊക്കെ നിവർത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് നീട്ടി വലിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞിതായിട്ട് കട്ടിട്ട് കൊടുക്കുക. അധികം കട്ടിയിലായിട്ട് മടക്കണ്ട, അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ തുമ്പ് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കുക. പിന്നെ ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഈ സെയിം ക്രേപ്പ് പേപ്പർ ഒരു വീതി കുറവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കട്ടിട്ടിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും മുകളിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പേപ്പർ, ഒരു ബ്രൗൺ കളറോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് അതൊന്ന് ചുരുട്ടി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ തണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ സെയിം കളർ പേപ്പർ തന്നെ എടുത്തിട്ട് ഒരു കോൺ ഷേപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു കോണായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ അടിഭാഗം റൗണ്ട് ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കോണും റെഡി ആയിട്ട്. പിന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ആ കോൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോണിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കോണിൻ്റെ അടിഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു തണ്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സാധനം കൂടിയും ഒട്ടിച്ചു കൊടുക്കുക. ഇതെടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു പച്ചവട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രേപ്പ് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓരോ ലെയറായിട്ട് ഒട്ടിക്കുക. ആദ്യം താഴത്തെ ലെയർ ഒട്ടിക്കുക, പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രേപ്പ് പേപ്പറെല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം യെല്ലോ കളറിലുള്ള ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഗോൾഡ് കളറിലുള്ള പല വലുപ്പത്തിലുള്ള ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പല കളറിലുള്ള ബീഡ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ പേപ്പർ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ റെഡിയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലേ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ബേസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പച്ച കളറിലുള്ള ക്ലേ എടുത്തിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കുറച്ചധികം ലീഫുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഏറ്റവും താഴെയുള്ള ലെയർ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓരോ ലെയറായിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അത് കാരണം അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒട്ടിച്ചപ്പോൾ ഇത്തിരി ഗ്യാപ്പ് വന്നു കേട്ടോ. എന്നിട്ട് ഏറ്റവും ടോപ്പ് വരെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റാറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മഞ്ഞ കളറിലുള്ള ക്ലേ എടുത്തിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാറിനെ ഏറ്റവും മുകളിൽ കൊണ്ട് വെച്ച് കൊടുത്തു. പിന്നെ പല കളറിലുള്ള ക്ലേ കൊണ്ട് കുറച്ച് ബോൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലേ കൊണ്ടുള്ള ക്രിസ്മസ് ട്രീയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഉണ്ടാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഏത് ക്രിസ്മസ് ട്രീ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയണേ. പേപ്പർ കൊണ്ടുള്ളതാണോ അതോ ക്ലേ കൊണ്ടുള്ളതാണോ എന്ന്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ.